ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അടുപ്പിച്ച് ഈവനിങ് വ്ളോഗിലാണ് കയറി പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് എന്തായാലും നമ്മുടെ തുമ്പിക്കുട്ടീനെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ തുമ്പീനെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ അംഗനവാടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അവളെ പോയിട്ട് കൊണ്ടുവന്നു. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞാൻ പോയ സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ടീച്ചർ ഒരുപാട് തവണ വിളിച്ചു അത്രേ, പക്ഷേ അവൾ നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വിളിച്ചപ്പോഴാണ് അവൾ നീച്ചത്. അവളെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയാൽ തന്നെയാണ് അവൾ നീക്കുള്ളൂ. ചിലപ്പോൾ ഉണർന്ന് കിടക്കുന്നുണ്ടാവും, പക്ഷേ പായെന്ന് നീച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആൾ നീച്ചിട്ടുണ്ട്. മുഖത്ത് കണ്ട നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ എന്താന്ന് ചോറ് കഴിച്ചോ കഞ്ഞി കുടിച്ചോ എന്നൊക്കെ കഴിച്ചു. എന്താ കറി എന്താണെന്ന് വെച്ചപ്പോൾ ഉപ്പേരിയാണ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആളെ നല്ല പാലിൻ്റെ ഒരു സ്മെല്ല് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാലിന്ന് കുടിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പാല് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നീച്ച കാരണം കൊണ്ട് തന്നെ നടക്കാനും വയ്യ, ഒരു മടി നടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉറക്കത്തിൽ നീച്ച കാരണം കൊണ്ടല്ല, ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ആൾക്ക് നല്ല മടിയാണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. പോവാനൊരു മടിയില്ല, നടക്കാൻ അംഗനവാടിക്ക് നടന്നു പോകാൻ നല്ല മടി. അപ്പോൾ പറയും എൻ്റെ അടുത്ത് എടുക്കുക അമ്മ പറഞ്ഞിട്ട് തൊയിരം തരില്ല കേട്ടോ. അങ്ങനെ ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ട് അവളെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീടെത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനെ ഇതാ നടന്ന് ഞങ്ങൾ ലാസ്റ്റ് ഇതാ വീടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ വന്നു തുടങ്ങുമ്പോൾ തന്നെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് ഉമ്മറ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ബാഗ് പോലും അഴിച്ച് വയ്ക്കാതെ ഉമ്മറ തന്നെ ഇരിക്കുകയാണ്. അവളെന്തൊക്കെയോ വിശേഷങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഉറക്കത്തിൽ നിന്ന് വെച്ചാൽ ചെറിയൊരു ക്ഷീണം ആൾക്കാട് വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ആപ്പിളൊക്കെ കടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ കുറച്ച് തേങ്ങയൊക്കെ ചിരകുന്നുണ്ട്. ഞാൻ രാവിലെ കടയിൽ പോയ സമയത്ത് അവില് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചു രാവിലെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവില് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ മുന്നേ വാങ്ങിച്ച് തീർന്നിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ആ ഭാഗത്തേക്കേ പോയില്ലേ, പിന്നെ അവിലൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കടയ്ക്ക് പോയപ്പോഴാണ് അവില് വാങ്ങിച്ചത്. അപ്പോൾ അത് നനച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകുന്നുണ്ട് കേട്ടോ. കിച്ചുവിനും തുമ്പിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ശർക്കര അല്ല ഇടാറുള്ളത്, പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ കഴിക്കായിക്കൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ശർക്കര അങ്ങനെ ഇടാറില്ല, നല്ല ഓവർ മധുരമാവുമല്ലോ. ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ പഞ്ചസാരനെ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടുന്നത് കേട്ടോ. പിന്നെ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് അതിൽ കുറച്ച് അവിലൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് വെറുതെ ജസ്റ്റ് കുറച്ച് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കുമല്ലോ, അതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അല്ലാതെ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുക, അങ്ങനെ ചൂടാക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇതാണ് സിമ്പിള്. ഇതാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. തുമ്പിക്കുട്ടി കണ്ടില്ലേ, അത് വെറുതെ വാരി കഴിക്കുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. നനച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ അവിലൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ, ഇഷ്ടമാണ്. അങ്ങനെ അവിലൊക്കെ ഞാൻ നനയ്ക്കുന്നുണ്ട് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വീഡിയോൻ്റെ മുന്നിൽ നമ്മുടെ അടുത്ത് ഇപ്പുറത്ത് വന്ന് നിൽക്കുക പറയുമ്പോൾ ആൾ കേൾക്കണില്ല കേട്ടോ. ഇല്ല ഞാൻ അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അവളുടെ തലയുടെ ഒരു പകുതി മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മറത്തല്ല അടുക്കളപ്പുറം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉമ്മറത്ത് പോയിരിക്കുന്നില്ല എന്തായാലും. അപ്പോൾ അടുക്കളയുടെ ഇവിടെ എനിക്ക് ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഞാൻ അങ്ങനെ വന്നിരിക്കില്ല, എന്നാലും ഇവിടെ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ. ഉമ്മറത്ത് വെളിച്ചില്ല എന്നല്ല, ഉമ്മറത്തെന്ന് പറയുമ്പോൾ റോഡ് സൈഡല്ലേ, റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഉമ്മറത്തേന് അങ്ങനെ അധികം പോയിരിക്കാറില്ല. അഥവാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ എന്തിനേലും ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ വന്നിരിക്കുള്ളൂ കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും ഇവിടെ വന്നിട്ടിരിക്കില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കുക കേട്ടോ. നല്ല വെട്ടവും വെളിച്ചവും ആരുടെ ഒരു ശല്യം ഇല്ലാതെ ഇങ്ങനെ വന്നിട്ടിരിക്കാമല്ലോ. വണ്ടികളുടെ ശല്യമില്ല. ഉമ്മറത്താണെന്നുണ്ടെങ്കിൽ വണ്ടികളും അതും ഇതും, പിന്നെ വഴി കൂടെ പോണവരൊക്കെ നമ്മുടെ വീട്ടിലേക്കൊന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോവുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ചായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് ഗ്യാസ് ഇല്ല, പിന്നെ ചായ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് തുമ്പിക്കുട്ടിക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കിച്ചുവിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. ചായ അല്ല കേട്ടോ, കാപ്പി. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഞാനിതാ എന്താ പറയുക തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷീറ്റിൻ്റെ മേലിട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ തന്നെ ഞാൻ ഷീറ്റിൻ്റെ മേലെ ഇടാറുള്ളൂ. അവരുടെ തുണിയല്ല കുറച്ചുകൂടി കട്ടിയുള്ള തുണി ഉണ്ടാവുക. ഈ എന്താ പറയുക എലാസ്റ്റിക്കിൻ്റെ അവിടെയും അല്ലാതെ ഈ കയ്യിൻ്റെ അവിടെ നല്ല അരഭാഗവും ഒക്കെ നല്ല കട്ടിയുള്ള ഭാഗങ്ങളല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഉണങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ അഴക്കയിലിട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണങ്ങില്ല. പോരാത്തതിന് നമ്മുടെ ഈ ഭാഗത്തേക്ക് തീരെ വെയിലും ഇല്ല. മരങ്ങളുടെ ഇടയിൽ ഒരു വീടായ കാരണം കൊണ്ട് തന്നെ വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് ഷീറ്റിൻ്റെ മേലിട്ട് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ തുണി മാത്രം അവിടേക്ക് ഇടുന്നത് കേട്ടോ. ഈ നമ്മുടെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും ഇടാം. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, ഉണങ്ങാതെ ഇട്ട് കൊടുക്കാനും പറ്റില്ല. പിന്നെ എൻ്റെ തുമ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഒരു ഡ്രസ്സല്ല കേട്ടോ, ഒരു 550 ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനത്തെ സ്വഭാവമാണ് അവൾക്ക്. അപ്പോൾ പിന്നെ തുണികൾ തീർച്ചയായിട്ടും ഉണങ്ങണമല്ലോ. അങ്ങനെ എന്താ തുണികളൊക്കെ എടുത്ത് വയ്ക്കലും ഏട്ടൻ്റെ മുണ്ടും ഒക്കെ മടക്കി വയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുണികൾ മടക്കി വെച്ചിട്ടില്ല, ഒക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഏട്ടൻ്റെ മുണ്ടും തോർത്തൊക്കെ മടക്കി വെച്ചു കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി തന്നെ ഇടും. കാരണം ഏട്ടന് രാത്രി കുളിച്ച് വന്ന് നടന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അകവും ഒക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര അടിച്ച് വാരിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ലെങ്കിൽ തുമ്പിക്കുട്ടി അംഗനവാടിക്കും കിച്ച് സ്കൂളിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം അടിച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. രാവിലെ ഒരു പ്രാവശ്യം അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വൈകുന്നേരത്തെ ഞാൻ അടിച്ചു വരുള്ളൂ. അല്ലാതെ എൻ്റെ ഇടയിൽ കൂടെ ഇടസമയങ്ങളിലൊന്നും അടിച്ചു വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവർ വീട്ടിലിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ 2 നേരം എന്നല്ല 4 നേരം അടിച്ചു വരേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മറും ഒക്കെ അടിച്ചു വാരി കഴിഞ്ഞു. എന്നിട്ട് ഇതാ വീണ്ടും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് ഇപ്പം എന്തായാലും ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ചപ്പൊന്നും ഇല്ല, എന്നാലും കുറച്ച് ചപ്പുണ്ട്. എനിക്കാണെങ്കിൽ ചപ്പ് ഇങ്ങനെ ഉമ്മർത്ത് കിടക്കണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട് കേട്ടോ. എന്താ രാവിലെ അടിച്ചു വാരിയിട്ട് പോയാലും പിന്നെ ചപ്പ് ഇങ്ങനെ ഈ ഇല ഇങ്ങനെ കൊഴിഞ്ഞും കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ അപ്പോഴും നമുക്ക് അടിച്ചു വരാൻ പറ്റില്ല. എപ്പോൾ നോക്കിയാലും എന്നാൽ പിന്നെ ഒരാളെ ഇവിടെ അടിച്ചു വരാനായിട്ട് നിർത്തണം കേട്ടോ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്കിന് ഉമ്മറ വൃത്തി കിടക്കണം, എനിക്ക് അതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഞാൻ 2 നേരം അടിച്ചു വരുള്ളൂ എന്ന് മാത്രം. അത് അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ. അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ചപ്പില്ല കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അത്രയ്ക്കൊന്നും ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ളൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് അടിച്ചു വാരി കഴിഞ്ഞാൽ അതൊരു മനസ്സമാധാനം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ വീണ്ടും മറ്റേ വിറകോളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. കുറച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി വെച്ചിരുന്ന വിറകോളൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ വിറകല്ല കൂടുതലും ഇപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര വിറക് കൊണ്ടുപോയി വെച്ചാലും കത്തി തീരുന്നുണ്ട് കേട്ടോ. ഒക്കെ തീരുന്നുണ്ട്, പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ വന്നിട്ടും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും, ഏട്ടൻ്റെ കെട്ടുന്നറ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകും കേട്ടോ അമ്മയുടെ ഒപ്പം. അപ്പോൾ എന്താ പറയുക, ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആളും ഉണ്ടാവില്ല. അതൊക്കെ ആകെ സീനായിട്ടോ, ആകെ ഒരു ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ വിറകൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് വിറക് തന്നെ കൊണ്ടുപോയി വെക്കുള്ളൂ, നമുക്ക് അന്നന്ന് കത്തിക്കാനുള്ള വിറക് തന്നെ കൊണ്ടുപോയി വെക്കണുള്ളൂ കേട്ടോ. നമ്മൾ ചോറും കറിയും ഉപ്പേരിയും പപ്പടം വറക്കലും അങ്ങനെ എല്ലാ കാര്യം ഇപ്പോൾ അടുപ്പിലാണല്ലോ. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് കുറച്ച് കൂടുതൽ വിറക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ചെതൽ വരും വിചാരിച്ചിട്ടാണ് കുറച്ച് തന്നെ കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ. എന്നാലും ആവശ്യത്തിനുള്ള തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി അതിൻ്റെ ഇടയിലൊന്ന് വന്ന് വീണു കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട് അവിടെ വന്ന് വീണു. അപ്പോൾ ഞാൻ എടുത്തില്ലല്ലോ. ഞാനങ്ങനെ അവൾ വീണ് കഴിഞ്ഞാൽ ഞാനങ്ങനെ എടുക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓടി കളിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് വീഴില്ലേ, അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാലൊന്നും ഞാൻ എടുക്കാൻ പോവില്ല. കാരണം നമ്മൾ അപ്പം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് സീനാക്കും. അത് നമ്മൾ അത്ര മെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളാകുമ്പോൾ വീഴുമൊക്കെ വേണ്ടേ. അപ്പോൾ അത് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. അവളെ നീക്കി പറഞ്ഞാൽ അവൾ നീക്കും ചെയ്യും. അപ്പോൾ ഞാൻ ചിരിച്ചേ അവൾ എന്നെ അടിക്കുകയാണ് കേട്ടോ വടിയും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചു ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ബസ് വന്നു, ഞാൻ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അവനെ പിടിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇതാ അവൻ വന്നിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ. ഇവർ രണ്ടുപേരും വന്ന ഇവരുടെ വിശേഷങ്ങൾ കേട്ട് ഞാൻ മലങ്ങും കേട്ടോ. എന്താ പറയുക, ഇവർ സ്കൂളിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ട്. എൻ്റെ കിച്ചുവിൻ്റെ ഭാഗമുള്ള പ്രസംഗമാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് എന്താ പറയുക, അന്ന് ഡിക്റ്റേഷൻ എടുത്തിട്ട് സ്റ്റാർ കിട്ടി, ടീച്ചർ വെരി ഗുഡ് എന്ന് എഴുതി തന്നു, വെരി ഗുഡ് എന്ന് പറഞ്ഞു, സ്റ്റാർ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടീച്ചർ ഡിക്റ്റേഷൻ എന്ന് തലേ ദിവസം ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലിടുമല്ലോ. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഡിക്റ്റേഷനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്താ എഴുതിയേക്കണ്, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ. നമുക്ക് അമ്മമാർക്ക് ഒരു ടെൻഡൻസി ആണല്ലോ, നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ബുക്കും ഒക്കെ എടുത്തിട്ട് നോക്കൂട്ടോ, ഒന്ന് എന്താ ഉള്ളതെന്നൊക്കെ നോക്കും, എഴുതാനുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഡിക്റ്റേഷൻ എടുത്തോ, സ്റ്റാർ കിട്ടിയോ, വെരി ഗുഡ് കിട്ടി, ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ നോക്കാൻ വേണ്ടി. നമുക്ക് അങ്ങനെയാണല്ലോ, അത് നമ്മുടെ കുട്ടികളുടെ ഒരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അറിയണം എന്നുള്ളൊരു ഇതുകൊണ്ടല്ലേ അങ്ങനെ നോക്കണം നമ്മൾ.
അപ്പോൾ അതൊക്കെ എന്തായാലും അവൻ കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടൊന്നും പോകാറില്ല കേട്ടോ. അവനായിട്ട് തന്നെ പോയിട്ട് എഴുതും. ഇപ്പോൾ അവൻ ഏകദേശം എല്ലാ കാര്യങ്ങളും എഴുതാനും എല്ലാ കാര്യങ്ങളും അല്ല, എന്താ പറയുക, ABCD ഒക്കെ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ എഴുതാനായിട്ട് പഠിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് അവൻ്റെ ഒരു ബേസ്, ആ ABCD ഒക്കെ എഴുതുന്നതിൻ്റെ ഒരു ബേസ് അവന് കിട്ടിയ കാരണം കൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഏത് ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എഴുതും. നോക്കിയിട്ടാണെങ്കിലും അറിയാത്ത ലെറ്റർ ആണെങ്കിൽ നോക്കിയിട്ട് എഴുതും, അറിയണതാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവന് ഒറ്റയ്ക്ക് എഴുതിക്കോളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പഠിപ്പിച്ച് അങ്ങനെ കൊടുക്കേണ്ട, ഇരുത്തി അടിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആളെന്തായാലും പഠിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പറഞ്ഞ് ഞാൻ വേറെ വഴിക്ക് പോയി. അത് പിന്നെ എന്നും അങ്ങനെ തന്നെ ആണല്ലോ. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുറ്റടിച്ച് വാരൽ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വിറകെടുത്തേക്കലും കുളിക്കലും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചുവിൻ്റെ തുമ്പിയുടെ ഒക്കെ കുളിപ്പിച്ചു കേട്ടോ. കിച്ചുവിനൊക്കെ ഞാൻ വന്ന ഉടനെ തന്നെ കുളിപ്പിക്കും. എന്നിട്ടാണ് അവന് ചായ കൊടുക്കുള്ളൂ കേട്ടോ. കാരണം അവരും വ്രതത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവന് വന്ന ഉടനെ തന്നെ കുളിപ്പിച്ചു. രണ്ടാളിനെയും കുളിപ്പിച്ചു കേട്ടോ. തുമ്പീനെ അവൻ വന്നു കഴിഞ്ഞിട്ട് തന്നെ കുളിപ്പിക്കുകയുള്ളൂ. അങ്ങനെ രണ്ടാളിനെ മേലൊക്കെ കുളിപ്പിക്കുകയാണ്, തല നനച്ചിട്ടില്ല കേട്ടോ. മേലെ കഴുകി കൊടുക്കുക. മേലൊക്കെ കഴുകി ഞങ്ങൾ അകത്ത് കയറി. ഇനി ചോറ് വെക്കേണ്ട പണിയാണ് കേട്ടോ അടുത്തത്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ കലത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചോറൊക്കെ ആകുമ്പോൾ തന്നെ രാത്രിയാവും. ഇപ്പം തന്നെ സമയം 5:30-6 മണിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ പാത്രം കഴുകാൻ പോകാൻ ഭയങ്കര പാടാണ്. കാരണം പന്നികൾ ആ ഭാഗത്ത് നിറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി നമുക്ക് പുറത്തിറങ്ങാൻ അത്ര സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കലത്തിൽ വെക്കാറില്ല കേട്ടോ. രാവിലെ നമുക്ക് നേരത്തെ നീച്ച് കലത്തിൽ വെക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കലത്തിൽ വെച്ചില്ല. പകരം കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കർ അടുപ്പിൽ വെക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കരിയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ. പക്ഷേ വേറെ നിവർത്തിയില്ല, ഗ്യാസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വിഷമിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അത് കുക്കറിൽ തന്നെ വെച്ചു. ഏട്ടനൊക്കെ ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ഓറഞ്ച് തിന്നിട്ട് അവിടെ അങ്ങനെ പരത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു പണി കഴിയുമ്പോഴത്തേനും അടുത്ത പണി എൻ്റെ മക്കൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇവരുടെ ഒരു സ്വഭാവം. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും ഇന്നൊരു പേടി ഉണ്ടാവില്ല കേട്ടോ. അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവർക്ക്. തുമ്പിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ തുമ്പിക്കുട്ടി എന്ത് തോന്നിയ ദിവസം കാട്ടിയാലും ഏട്ടൻ ഒന്നും പറയില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് ചോറൊക്കെ ആയി. നമ്മുടെ ചോറൊക്കെ വേഗം ആയിട്ടുണ്ട്. കുക്കറിലല്ലേ, അപ്പോൾ വേഗം തന്നെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പടം കാച്ചിയാണ്. നമുക്ക് ഈ തീനുണ്ടല്ലോ മിസ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. കാരണം ഒന്ന് കഴിഞ്ഞ് അടുത്തത് വേഗം ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, തീയാണ് കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ കത്തിക്കണം. അപ്പോൾ ഏട്ടൻ ചെറിയ ഉള്ളിയൊക്കെ ഇരുന്ന് നേരാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീനിമുളകും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ കൂട്ടാൻ വെച്ചത് മുളക് വറുത്തപ്പുളിയാണ്. ഇന്നും സാമ്പാർ വെച്ച് മടുത്തിട്ട് കേട്ടോ. ഇന്ന് ഒരു ചേഞ്ചിന് വേണ്ടി മുളക് വറുത്തപ്പുളി ആക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.